ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോൺസൂക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിംഗ് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇന്നിപ്പോൾ കാസ്റ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെക്കഡാമിൽ വന്നതാണ്. സാധാരണ നമുക്ക് ഇവിടുന്ന് വാഗ, അതേപോലെ വാള, ചെമ്പല്ലി ഇതൊക്കെയാണ് പ്രതീക്ഷിച്ച് വന്നത്. അപ്പോൾ അങ്ങനെയുള്ള മീനുകളൊന്നും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വേറൊരു സ്റ്റൈലിലുള്ള ഫിഷിംഗ് നോക്കി കുറച്ച് പരൽ പിടിച്ചിട്ട് അതിനെ ബൈറ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആരോനും മനഞ്ഞലിനുമാണ് ട്രൈ ചെയ്തത്. അപ്പോൾ പിന്നെ വേറെ ഒന്ന്, നമ്മൾ ഇന്ന് മീൻ പിടിച്ചത് ശരിക്കും തനി നാടൻ ശൈലിയിൽ, പഴയ ശൈലിയിൽ. വൈശാഖാണ് അതിന്റെ ലീഡർ എന്ന് പറയാം. വൈശാഖാണ് അവർ പ്ലാനും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നത്. അങ്ങനെ പിടിച്ചു. മൂന്നാലെണ്ണം മിസ്സായിരുന്നു കേട്ടോ. അപ്പൊ അതെങ്ങനെ പിടിച്ചത് നമുക്കൊന്ന് കാണണ്ടേ. അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. ഓക്കെ. അയ്യോ, വൈശാഖ് മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് വാട്ടർ കണ്ടീഷൻ വളരെ കറക്റ്റ് ആണ്. ഇവിടെ കലക്കുണ്ട്, അത്യാവശ്യം നല്ല വെള്ളമുണ്ട്, നനഞ്ഞെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ചുറ്റിയൊക്കെ മത്തക്കനാരൻ എന്റെ മോനെ സൈസ് സാധനം. ഇവിടുന്ന് കട്ടിയട്ടെ. കഷ്ടപ്പെടുത്തി ഇറങ്ങല്ലേ ചേട്ടാ. ഇത്ര നേരം വലിച്ചു പിടിച്ചോണ്ടിരിക്കല്ലോ, ചത്തു. ഒക്കെ മുറിക്കണ വാളില്ലേ, അതിന്റെ ടൈപ്പൊരു മുള്ള് കൊണ്ട് കഴിഞ്ഞാണ്ടല്ലോ അല്ലേ. പിടിക്കുമ്പോ ശരിക്കുള്ളൂ ആരോനെ നമുക്ക് പിടിക്കാം. പക്ഷെ അറിയാതെ നമ്മൾ ആരെങ്കിലും ഇവിടെ പിടിക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലേക്ക് പിടിക്കുക കഴിഞ്ഞാൽ ഈ മുള്ളു വെച്ചത് പറയും. ശരിക്കും അതിനെ പിടിക്കേണ്ടത് ഈ ഇതില്ലേ, ബാക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ മുറിക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിക്കണ പിടുത്തം സ്ട്രോങ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ പിടിച്ചാൽ പിന്നെ മറിഞ്ഞു പോകുന്നത്. അല്ല, മനഞ്ഞല്ല, സോറി, ആരോ മനഞ്ഞിനെയാണെങ്കിൽ പിടിക്കുന്നത് ഇവിടെ പിടിക്കാം. കിട്ടില്ല. മുള്ളുള്ളൂടെ സൂക്ഷിക്കണ്ടോ. നല്ല കിടലിനാരോ കേട്ടോ. പിടുത്തൊരിച്ചിരി അഴിച്ചാലേ നമ്മുടെ കൈ മുഴുവൻ പൊടിച്ചോളയാം. ഇച്ചിരി പൊക്കി പിടിച്ചേ. മറ്റേ വാള് പോലെ അതിന്റെ ഓ എന്റെ പൊന്നെ കണ്ടോ, മെഷീൻ വാള് പോലെ ഇരിക്കുന്നല്ലേ. പിന്നെ ഒരു മീനോടെ എടുത്തിട്ടുണ്ട് കേട്ടോ, അടിച്ചിട്ടുണ്ട്. കിട്ടോ കിട്ടില്ലെന്ന് നോക്കാം. എന്തായാലും മീൻ അടിച്ചിട്ടുണ്ട്. വാവ് വാവ് വാവ്. കേട്ടോ, അത് മീനുണ്ടെന്നാണ് പറയണേ. ചൂണ്ടയാണ് അൻവറിന് കൈമാറി. മീനിലാണ് അൻവറേ, എച്ചാ സൂക്ഷ്മം കേട്ടോ. ആരും ഇത് കാണുന്ന പോലെ ഒന്നും അനുകരിക്കാൻ നിൽക്കരുത്. ഞങ്ങൾ സ്ഥിരം ഇറങ്ങുന്ന സ്ഥലമായിട്ട് മാത്രം ഇറങ്ങുന്ന കേട്ടോ. ഒരിക്കലും ഒരു വെള്ളക്കെട്ടിപ്പോൾ ഇറങ്ങോ സാഹസങ്ങൾക്കോ നിൽക്കരുത്, അപകടമാണ്. ഉണ്ടോ മീനുണ്ടോ? ചെറുതാണോ? അപ്പൊ ചെലപ്പോ മനഞ്ഞലായിരിക്കും കുഞ്ഞത്. കിട്ടിയോ? മനഞ്ഞായിരിക്കും. എന്റെ അമ്മേ, ഇതാണ് ഇത്ര നേരം കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന. ഇത്രയുള്ള മറിച്ചാണ് ഈ അക്രമം മുഴുവൻ കാണിച്ചത്. ഞാൻ നടത്തേനെ പിടിക്കാൻ പോകട്ടെ. വേട്ട നടക്കട്ടെ, ഞാൻ ഇനി വെള്ളത്തിൽ ചാടാം.
മനഞ്ഞ പിടുത്തത്തിൽ സമതല തെറ്റിയ വൈശാഖ് കല്ലിന്റെ ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കിട്ട് കിടക്കുക. അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്, കയറുമല്ലോന്ന് അറിയില്ല, നോക്കാം. തങ്കം വേറെ ലെവലാന്നേ. അതെ, കമ്പി 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 പോന്നോ? ഓ നിവൃത്തി കളഞ്ഞോ? ഇപ്പൊ മീൻ പിടിച്ച ക്ഷീണിച്ചവർക്ക് ഓരോ കൊഴുക്കട്ട, തങ്കന്റെ കൊഴുക്കട്ട. അടിപൊളി കൊടുക്കട്ടെ കേട്ടോ, നല്ല വിശപ്പുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ചേട്ടാ. അങ്ങനെ മനഞ്ഞാനടിച്ചു. അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു മഞ്ഞ കേട്ടാ. ഡ്രൈവിംഗ് പോലെ ചേട്ടാ. നാടൻ മണഞ്ഞില്. മണഞ്ഞിലിങ്ങനെ കൈകൊണ്ടിരുന്ന അത്ര എളുപ്പമുള്ളവരുടെ അല്ല കേട്ടോ. പതുക്കെ എടുത്താൽ മതി, ബലം പിടിക്കണ്ട. പൊളി പൊളി. ഇതുണ്ട് ഒരു 2 കിലോ. 2 കിലോ പോകത്തില്ലേ? 2 കിലോ ഉണ്ട്. 2 കിലോ ബസ് ഉണ്ടാവും. 2 കിലോ, 2.5 കിലോ ആണ്. അങ്ങനെ കുറെ നാളോടി നമ്മളൊരു കിടിലം മണഞ്ഞെല്ലാം പിടിച്ചോട്ടോ അല്ലേ ചേട്ടാ? അപ്പൊ അങ്ങനെ നമ്മൾ അവിടുന്ന് മീനൊക്കെ പിടിച്ചിട്ട്, അതായത് ആരോനും മനഞ്ഞുമാണ്, അതിനെയൊക്കെ പിടിച്ചിട്ട് നമ്മൾ നേരെ അടുക്കളയിലേക്ക് വരികയാണ്. അതിനെ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുക, മീൻ കറി വെക്കുക. ആരോനെ നമുക്ക് വറക്കാൻ തോന്നും, ആരോനെ വറക്കാം, മനഞ്ഞലിനെ കറി വെക്കാം, വേണമെങ്കിൽ കുറച്ച് വറക്കുകയും ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ ഇന്നത്തെ അടുക്കളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ അടുക്കള നമ്മൾ ചെയ്യുന്നത് ഡാഡിയുടെ ഏറ്റവും ഇളയ അനിയന്റെ വീട്ടിൽ, അതായത് ഞങ്ങളുടെ തറവാടാണ്. ഇവിടെയാണ് ഞങ്ങൾ ഇന്നത് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത, ഇന്ന് ഇതിന്റെ ഒപ്പം നമ്മൾ സൈഡായിട്ടല്ല, മെയിൻ ഡിഷായിട്ട് ചെയ്യുന്നത്, ഇവിടെയൊക്കെ സർവ്വസാധാരണമായിട്ടുള്ളൊരു സംഭവമാണ്, എല്ലാവരും കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ചക്ക പുഴുങ്ങുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു സീസണൊക്കെ കഴിഞ്ഞു ഏകദേശം. എന്നാലും കുറച്ച് 1-2 വീട്ടിലുണ്ടായിരുന്നു. ഒന്ന് ട്രൈ ചെയ്തിട്ട് എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ നമുക്കത് കുക്ക് ചെയ്ത് കഴിച്ചിട്ട് നമുക്ക് ചക്കട്ടിട്ട് വരാം. കുഴപ്പമില്ല, മൂത്തിട്ടുണ്ട് കേട്ടോ. ചക്കവട്ടം അങ്ങോട്ട് തുടങ്ങാം നമുക്ക്. അത് മതിയാവല്ലേ? ഒരു ആവശ്യമില്ല. അപ്പൊ മീനെ നമ്മളങ്ങ് തേച്ച് റെഡിയാക്കി ഇലക്കി പാകത്തിന് കട്ട് ചെയ്യാം. കുറച്ച് നമുക്ക് വറക്കാനും എടുക്കാം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉലുവയും കൊടുക്കും കേട്ടോ. തേങ്ങ ഇടുന്നുണ്ടോ? എല്ലാ സാധനങ്ങളും, സവോള, വെളുത്തുള്ളി, ഇഞ്ചി. ഞാൻ സാധാരണ ഉപ്പും കൂടി ഇട്ടാട്ടോ വഴറ്റാറ്. ഒത്തിരി പണ്ട് അതുപോലെ അന്നത്തെ കാലത്തൊക്കെ ഊത്ത പിടിക്കും സാധാരണ, വീട്ടിൽ നിന്നൊക്കെ പോവാറുണ്ട് ഇതുപോലെ.
അന്നൊക്കെ ചാച്ചന്റെ കൂടെ ഞാൻ കയ്യെ തൂങ്ങി ഒത്തിരി പോയിട്ടുണ്ട്. അന്നൊക്കെ തുടങ്ങിയ ഒരു ഭ്രാന്താണ് ഇപ്പൊ ഈ കോലത്തിൽ വന്നേക്കുന്നത്. ഒത്തുപിടുത്തമൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇപ്പൊ ഒത്തു പിടിക്കണവരുണ്ട് അപൂർവമായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ. അപൂർവമല്ല, കുറെ പേരുണ്ട്, ഫിഷറീസ് ഒക്കെ വന്ന് പിടിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഒരിക്കലും ഊത്ത പിടിക്കാറില്ല കേട്ടോ. ഊത്ത ശരിക്കും നമ്മുടെ പ്രജനന കാലമാണ് മീനിന്റെ. അപ്പൊ ആ സമയത്ത് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്പീഷീസ് എല്ലാം വംശനാശം വന്നു പോകുന്നതിന്റെ ഒരു കാരണം തന്നെ ഊത്തപിടുത്തമാണ് മെയിനായിട്ട്. ഇൻവേർട്ടർ, ഊത്തപിടുത്തം, അതുപോലെ ഓടംകൊല്ലി വലകള്, അങ്ങനെയുള്ള സംഭവത്തിനെല്ലാം നമ്മൾ എതിരാണ്. പിന്നെ അന്ന് കാലത്ത് ഈ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മീൻ ഇഷ്ടം പോലെ ഉണ്ട്. മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. ശരിക്കും ഇപ്പൊ നമ്മൾ ശരിക്കും മീൻ പിടിക്കുമ്പോൾ കുഞ്ഞുങ്ങളുള്ള മീനാണെങ്കിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള മുട്ട ആയിട്ടിരിക്കുന്ന മീനുകളാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തന്നെ റിലീസ് ചെയ്യാറ് പതിവ്. ബ്രേക്കർ ഉണ്ടോ നോക്കി, മണത്ത് നോക്കി, മണം പിടിച്ച് മറ്റേ കണ്ടുപിടിക്കാൻ. അതേ മെയിൻ ഷെഫ് അവിടെ നിൽക്കണു. അപ്പൊ നമ്മുടെ ഏകദേശം കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ കൊടുക്കാം. ചില്ലി പൗഡർ, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഞാൻ കുരുമുളക് വെച്ചിട്ട് അതി വിടാറുണ്ട്. കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൊടുക്കണ്ടേ, ജസ്റ്റ് കടിക്കാനൊക്കെ ആയത്. ശരിക്കും ഇതിന്റെ മുളക് പൊടിയും പൊടികളെല്ലാം കൂടെ കൂടി ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം കേട്ടോ. വെള്ളം ഒഴിക്കട്ടോ. ഇനി ഇപ്പൊ നമ്മള് പുളിയും കൂടി ഇടുവാണ്. മസാലയൊക്കെ റെഡി ആയിട്ട് അതേ നോക്കി ടേസ്റ്റ് പാകണം നോക്കി. ടേസ്റ്റ് ഇല്ല, ചൂട് കുറവാ. പാകണം നോക്കി. അത് കുഴപ്പമില്ല, അത് മീൻ ചെല്ലുമ്പോഴത്തേക്കായിക്കോളും. അപ്പൊ മീനിനെ നമുക്കങ്ങ് ഇടാം. മനഞ്ഞ് കറി കേട്ടോ. ഒരു അരമണിക്കൂർക്കുള്ളിൽ വേവ് വേണ്ട അതിന്. മീനിന് പെട്ടെന്ന് വേവാവും. അപ്പൊ മനഞ്ഞിന്റെ കറി നമ്മളിവിടെ റെഡി ആവാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പൊ നമ്മളിത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാർന്ന ആരോനാണ്. ആരോനെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇടാം. അവിടെ മീനിന്റെ കറികളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ആന്റി ഇവിടെ ചക്കപ്പുഴുക്ക് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോഴാണ് നമ്മൾ ചെയ്തേക്കണേ. അതിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ആന്റി. ഉപ്പും വെള്ളം കൂടി ഒഴിച്ച് അതിനുശേഷം നമ്മൾ ഈ അരപ്പ് ഇതിനകത്ത് എന്തൊക്കെയാ ആന്റി ചേർത്തേക്കണേ? ഒന്ന് ഉള്ളി, കാന്താരിമുളക്, തേങ്ങ, ജീരകം, മഞ്ഞപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്ത് അരച്ചേക്കണേ. വേണമെങ്കിൽ കുരുമുളക് ചേർക്കാം. ചക്ക ഇളക്കിലാണ് കാര്യം ഇരിക്കുന്നത്. പണ്ട് കാലത്ത് ചക്ക ഇളക്കണ കോല ഇത്, വർഷങ്ങളായിട്ട് ഉള്ള കോല. ഇതാണ് മനഞ്ഞ് കറി. ഏകദേശം റെഡി ആയിട്ടുണ്ട്. മറ്റേ ആരോൺ ഫ്രൈ അത് ഓൾറെഡി കഴിഞ്ഞായിരുന്നു. അത് ഓൾറെഡി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് കഴിച്ച് നോക്കിയിട്ട് ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആരോനെ വറുത്ത് റെഡിയാക്കി. വാവുകുഞ്ഞ് അത് വളരെ ഭംഗിയായിട്ട് ഗാർണിഷൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിച്ച് നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണ്. ഓക്കെ. പിന്നെ ഇത് മനഞ്ഞ് കറി വെച്ചതാണ്. ഇത് രണ്ടുമായിരുന്നു ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ്. പിന്നെ അന്ന് നമ്മൾ പറഞ്ഞതുപോലെ ചക്ക പുഴുങ്ങി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കപ്പയുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് ഇന്നത്തെ നമ്മുടെ ഡിന്നർ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ചാച്ചന് കൊടുത്തൊന്ന് പരീക്ഷിച്ചറിയാം. മനഞ്ഞ് ഒരു നല്ല പീസ് നോക്കിയിട്ട് എടുക്കാം. കുറച്ച് ഗ്രേവി എടുക്കാം. നനഞ്ഞ കറി ആദ്യം കഴിച്ചു നോക്കാം. ആന്റിക്ക് നല്ല കറി കൊള്ളാം. നന്നായിട്ടുണ്ട്. എരിവ് ഇച്ചിരി മുന്നോട്ടല്ലേ? ഇച്ചിരി മുന്നോട്ടുണ്ട്. എരിവ് നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല. പക്ഷെ ചാച്ച പറഞ്ഞ പോലെ നല്ല എരിവുണ്ട്. അത് വേറെ കാര്യം. ഫ്രൈ സൂപ്പർ ആയിരുന്നു കേട്ടോ.
ബാബുവിന് പിന്നെ കറിയോട് വലിയ താല്പര്യമില്ല അല്ലേ? എനിക്ക് കറി അങ്ങനെ വലിയ താല്പര്യമില്ല. കഴിച്ചു നോക്കാം. പക്ഷെ നല്ലതാ. നല്ല മറ്റേ ഈ ചൈനീസ് ചില്ലി ചിക്കൻ ഒക്കെ പോലെ ചൈനീസ് ടേസ്റ്റ്. എന്താ സ്പെഷ്യൽ മസാല വല്ലതും ചേർത്തുണ്ടോ? നല്ല ഞാൻ കൈ തൊട്ടു, അത്രേ ഉള്ളൂ. എന്താ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ആത്മാർത്ഥമായിട്ട് നന്നായിട്ടുണ്ട്. നല്ലതാ. കുഞ്ഞാവനെ കൊണ്ടൊരു സാധനം നല്ലതാന്ന് പറയിപ്പിക്കണേ. ഭയങ്കര പാടാ. നല്ല ഫ്രൈ നൈസ് ആയിട്ടുണ്ട്. അപ്പൊ അതിന് കുരുമുളകിന്റെ ടേസ്റ്റ് നല്ല പോലെ ഉണ്ട്. അത് കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ആവുകയാണെങ്കിൽ മച്ച് ബെറ്റർ. ചക്കപ്പുഴുക്ക് എന്തായാലും അടിപൊളിയുണ്ട്. മീനും ഈ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. പൊട്ടിക്കൊരു എരിവ് മുന്നോട്ടുണ്ട്. പൊതുവെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ആരോനും കുഴപ്പമില്ല. പക്ഷെ പൊടിക്കോടെ നല്ലത് മനഞ്ഞാണ്. അപ്പൊ അങ്ങനെ അൻവറും വൈശാഖും പരീക്ഷിക്കാൻ പോവാണ്. കുറച്ച് സമയമായി, എന്നാലും കുഴപ്പമില്ല. രണ്ടുപേരും വീഡിയോയുടെ തിരക്കുകളും ബഹളത്തിലുമായിരുന്നു. ഞാൻ കുറച്ച് ചക്കപ്പുഴുക്ക് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ചക്കപ്പുഴുക്ക് അടിപൊളി, മീൻകറി സൂപ്പറാണ്, ഒന്നും പറയാനില്ല. പിന്നെ എൻ്റെ തേച്ചേട്ടൻ അറിയാം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫിഷ് ഏതാ അല്ലേ ചേട്ടാ? മനഞ്ഞിൽ തന്നെയാണ്. പുളിയൊക്കെ പിടിച്ച അടിപൊളി ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അൻവർ കഴിച്ചു നോക്കി, എങ്ങനെയുണ്ട്? അടിപൊളിയാ. എരിവ് വലിയ കുഴപ്പമില്ലല്ലോ. എനിക്ക് സീനില്ല കേട്ടോ. മീനകത്ത് പിടിച്ചായിരിക്കും. നല്ല അറിയാം കേട്ടോ. അപ്പൊ അങ്ങനെ പുഴയിൽ നിന്ന് പിടിച്ച മനഞ്ഞും ആരോനും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് കറിയാക്കി. അങ്ങനെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ചാച്ചന്റെ അടുത്ത് അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ അങ്ങ് പോയി. നല്ലതായിരുന്നു എന്നുള്ളതൊക്കെയാണ് എല്ലാവരും അഭിപ്രായം പറയാൻ സൂചിപ്പിക്കാൻ പറഞ്ഞാണെന്ന് അറിയില്ല. എന്തായാലും ഓക്കെ, അപ്പോ സൈനിങ് ഓഫ്.